നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കേരളമടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ഏപ്രിൽ മാസം 9-നായിരുന്നു ആദ്യഘട്ട തെരഞ്ഞെടുപ്പ്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ കേരളത്തിലും അസമിലും പുതുച്ചേരിയിലും തെരഞ്ഞെടുപ്പ് നടന്നു. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് തമിഴ്നാട്ടിലും ബംഗാളിലുമാണ്. ബംഗാളിൽ 2 ഘട്ടമാണ്. തമിഴ്നാട്ടിൽ ഒറ്റഘട്ടമായി ഏപ്രിൽ മാസം 23-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കും. ബംഗാളിൽ 23-നും 29-നുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ഈ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നടന്നു കഴിഞ്ഞു. ഇനി നടക്കാനിരിക്കുന്നത് അതിലും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളാണ്. തമിഴ്നാട്ടിൽ വാശിയേറിയ പോരാട്ടം നടക്കുന്നു. മാത്രമല്ല ബംഗാളിൽ അതിലും വാശിയേറിയ പോരാട്ടം നടക്കുന്നു. കഴിഞ്ഞ 15 വർഷമായി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസ് ആണ് ബംഗാൾ ഭരിക്കുന്നത്. എന്നാൽ ഇത്തവണ മമതാ ബാനർജിക്ക് ഒരു വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് BJP. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP ഇതേ വെല്ലുവിളി ഉയർത്തിയിരുന്നു. പക്ഷേ അവരുടെ വിജയം 77 സീറ്റുകളിൽ ഒതുങ്ങിയിരുന്നു. ഇത്തവണ വിജയം ആർക്കൊപ്പമാണ് എന്നത് അറിയാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. 23-ന് 1-ാം ഘട്ടവും 29-ന് 2-ാം ഘട്ടവും തെരഞ്ഞെടുപ്പ് നടക്കും. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, പ്രചരണ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ പശ്ചിമ ബംഗാളിൽ നടക്കുകയാണ്. ആദ്യഘട്ട വോട്ടെടുപ്പിൻ്റെ ശബ്ദപ്രചരണം അത് നാളെ അവസാനിക്കുകയാണ്. 23-ാം തീയതി ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകും. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് 29-നാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ദേശീയ നേതാക്കൾ BJPക്ക് വേണ്ടി ബംഗാളിൽ പ്രചരണ രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രചരണം, ഹൈ പവർ പ്രചരണമാണ് ഇത്തവണ ബംഗാളിൽ നടക്കുന്നത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് തിരക്കുകൾക്കിടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, ബംഗാളിലെ CPIMൻ്റെ അവസ്ഥയാണ്. ബംഗാളിൽ കഴിഞ്ഞ കുറേ നാളുകളായി രാഷ്ട്രീയ സ്വാധീനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് CPM. രാഷ്ട്രീയ സ്വാധീനം നഷ്ടപ്പെട്ടു എന്നതിലല്ല, ബംഗാൾ ഒരു കാലത്ത് അടക്കി ഭരിച്ചിരുന്ന പാർട്ടിയാണ് CPM. 1977 മുതൽ 2011 വരെ 34 വർഷക്കാലം തുടർച്ചയായി ബംഗാൾ ഭരിച്ച പാർട്ടിയാണ് CPM. ബംഗാൾ എന്ന് കേൾക്കുമ്പോഴേ CPIMനെ കുറിച്ചാണ് നമുക്ക് ഓർമ്മ വരുന്നത്. CPIMൻ്റെ നേതൃത്വത്തിൽ അവിടുത്തെ ഇടതുമുന്നണി ദീർഘകാലം അവിടെ ഭരിച്ചു. ആ ഭരണത്തിന് ശേഷമുണ്ടായ ഭരണവിരുദ്ധ വികാരം പക്ഷേ CPIMനെ ബംഗാളിൽ കടപുഴക്കിയെറിഞ്ഞിരിക്കുകയാണ്. അതായത് 2011 തെരഞ്ഞെടുപ്പിൽ CPIMന് 62 സീറ്റുകളുണ്ടായിരുന്നു. 233 സീറ്റുകളിൽ നിന്ന് ഇടതുമുന്നണിക്ക് 62 സീറ്റുകൾ ലഭിച്ചു. CPIMന് ഒറ്റയ്ക്ക് 40 സീറ്റുകളും ലഭിച്ചു. അതായത് 2011 34 വർഷത്തെ ഭരണത്തിന് ശേഷം CPM അല്ലെങ്കിൽ ഇടതുമുന്നണി അധികാരത്തിൽ നിന്ന് പുറത്താകുന്നത്. അങ്ങനെ അധികാരത്തിൽ നിന്ന് പുറത്താകുന്ന തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിക്ക് 62 സീറ്റും CPIMന് 40 സീറ്റും ബംഗാളിലുണ്ടായിരുന്നു. 294 അംഗ നിയമസഭയിൽ 40 സീറ്റുകൾ 2011 പിടിക്കാൻ CPIMന് കഴിഞ്ഞുവെങ്കിൽ 2016 തെരഞ്ഞെടുപ്പിൽ അവരുടെ ഇടതുമുന്നണിയുടെ സീറ്റുകളുടെ എണ്ണം 77ആയി. നേരിയ വർധനവ് നമുക്ക് കാണാം. പക്ഷേ ഈ വർധനവ് മറ്റൊന്നുമല്ല, കോൺഗ്രസ് കൂടി ആ മുന്നണിയിലേക്ക് വന്നതുകൊണ്ടാണ്. മമതാ ബാനർജിയെ തളയ്ക്കണമെങ്കിൽ CPIMും കോൺഗ്രസും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്നാൽ നടക്കില്ല. അതുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് നിൽക്കണം എന്നത് ദേശീയ തലത്തിൽ വലിയ ചർച്ചാ വിഷയമായ ഒരു കാര്യമാണ്. അന്ന് കേരള ഘടകമടക്കം കോൺഗ്രസുമായിട്ടുള്ള ബന്ധത്തെ എതിർത്തിരുന്നു. എന്നാൽ CPIMൻ്റെ ബംഗാൾ നേതൃത്വം കോൺഗ്രസുമായി ബന്ധം വേണമെന്നും കോൺഗ്രസുമായി സഖ്യം വേണമെന്നും ഉറച്ചു നിന്നു. അതിൻ്റെ ഭാഗമായി കോൺഗ്രസും CPIMും മറ്റ് ഇടതു പാർട്ടികളും ഒരേ സഖ്യത്തിലാണ് മമതാ ബാനർജിക്കെതിരെ മത്സരിച്ചത്. പക്ഷേ ഫലമുണ്ടായില്ല. 2-3 സീറ്റ് കൂടുതൽ കിട്ടിയെന്നല്ലാതെ മമതാ ബാനർജിയെ ഒന്നും ചെയ്യാൻ ആ മുന്നണിക്ക് സാധിച്ചില്ല. 77 സീറ്റുകൾ ആ മുന്നണിക്ക് ലഭിച്ചു. പക്ഷേ CPIMൻ്റെ സീറ്റുകൾ 40-ൽ നിന്നും 26-ലേക്ക് ഇടിഞ്ഞു. പക്ഷേ 2021 തെരഞ്ഞെടുപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു തെരഞ്ഞെടുപ്പ്. CPIMനെ തീർത്തും നാമാവശേഷമാക്കിയ, ബംഗാളിൽ CPIMനെ മായ്ച്ചു കളഞ്ഞ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്.
34 വർഷം തുടർച്ചയായി സംസ്ഥാനം ഭരിച്ചിരുന്ന ഒരു പാർട്ടിക്ക് 2021 നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവരുടെ സീറ്റുകളുടെ എണ്ണം വട്ടപൂജ്യമായിരുന്നു. അതായത് ഇപ്പോൾ ഈ നിലവിലത്തെ അവസ്ഥയിൽ CPIM-ന് MLA-മാരോ MP-മാരോ അവിടെ ഇല്ല. അത്രമാത്രം തകർന്നടിഞ്ഞ ഒരു പാർട്ടിയായി CPM മാറി. MLA-യോ MP-യോ ഇല്ല എന്ന് മാത്രമല്ല, CPIM-ന് സംഘടനാ സംവിധാനം പോലും പല മണ്ഡലങ്ങളിലുമില്ല. CPIM-ന്റെ ഓഫീസുകളെല്ലാം തൃണമൂൽ കോൺഗ്രസിൻ്റെ ഓഫീസുകളായും BJP-യുടെ ഓഫീസുകളായും പിൽക്കാലത്ത് മാറി. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ CPIM-നെ സംബന്ധിച്ചിടത്തോളം ഭരണം തിരിച്ചു പിടിക്കുക എന്ന ഒരു ലക്ഷ്യമേ ഇല്ല. മറിച്ച് എങ്ങനെയെങ്കിലും 1-2 സീറ്റ് പിടിക്കാൻ കഴിയുമോ, അല്ല എങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും സംഘടനാ സംവിധാനം സംസ്ഥാനമൊട്ടുക്കും വ്യാപിപ്പിക്കാൻ കഴിയുമോ, ഇതൊക്കെയാണ് CPIM പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. വാശിയേറിയ പോരാട്ടം നടക്കുകയാണ്. മമതാ ബാനർജി തൻ്റെ 4ാം ടേമിന് വേണ്ടി വലിയ പരിശ്രമം നടത്തുന്നു. ആ പരിശ്രമത്തിന് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നത് ഇപ്പുറത്ത് BJP-യാണ്, മറിച്ച് കോൺഗ്രസോ CPIM-ഓ അല്ല. CPIM ഒറ്റയ്ക്ക് നിന്ന്, അതായത് 2011 തെരഞ്ഞെടുപ്പിൽ CPIM-ഉം ഇടതു പാർട്ടികളും പരാജയപ്പെടുമ്പോൾ മമതാ ബാനർജി അവിടെ അധികാരമേൽക്കുമ്പോൾ കേരളത്തിലടക്കം സഖാക്കൾ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്: ബംഗാളിൽ ഞങ്ങൾക്ക് ഭരണം നഷ്ടപ്പെട്ടു എന്നത് ശരിയാണ്, പക്ഷേ 34 വർഷത്തെ നീണ്ട ഭരണകാലത്തിന് ശേഷമാണ് ഞങ്ങൾ ഭരണപക്ഷത്ത് നിന്നും ഇറങ്ങിപ്പോകുന്നത്. ഇതൊരു താൽക്കാലിക ഇറക്കം മാത്രമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം ബംഗാളിൽ നഷ്ടപ്പെട്ടുവെങ്കിലും ഒരു ചുക്കും സംഘടനയ്ക്ക് സംഭവിച്ചിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറയ്ക്ക് അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബംഗാളിൽ തിരിച്ചു വരും എന്നാണ് അന്ന് ഇടത് നേതാക്കൾ പറഞ്ഞിരുന്നത്. പക്ഷേ അത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇന്ന് നാമാവശേഷമായി മാറിയിരിക്കുന്നു. ബംഗാളിൽ CPIM-ന് സംഘടനാ സംവിധാനം പോലും ഇല്ലാത്ത പ്രദേശങ്ങൾ ഏറെയാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നില മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യം മാത്രമാണ് CPIM-നുള്ളത്. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും 1-2 സീറ്റുകൾ കിട്ടിയാൽ CPIM-ന് ആഘോഷിക്കാം. ആ രീതിയിലാണ് ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പോകുന്നത്. എങ്ങനെയാണ് CPIM 100 വർഷം കൊണ്ട് ഒരു സംസ്ഥാനത്ത് നാമാവശേഷമായി തീർന്നത്? 34 കൊല്ലത്തെ ഭരണം കൊണ്ട് എങ്ങനെയാണ് ആ പാർട്ടി ആ സംസ്ഥാനത്ത് ഇല്ലാതായത് എന്നതൊക്കെ ഒരു വലിയ വിചിത്രമായ ചരിത്രമാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം: വാശിയേറിയ പോരാട്ടം ബംഗാളിൽ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഭരണം മാറ്റത്തിന് വേണ്ടിയിട്ടും ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടും അതിശക്തമായ പ്രചരണം ബംഗാളിൽ നടക്കുമ്പോൾ, വാശിയേറിയ പോരാട്ടം നടക്കുമ്പോൾ മനസമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്നത് ഒരു പക്ഷേ CPM-കാർക്ക് മാത്രമായിരിക്കും. കാരണം അവർക്ക് വലിയ വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ല. 1-2 സീറ്റ് പറ്റുമെങ്കിൽ പിടിക്കണം, അല്ലെങ്കിൽ 2ാം സ്ഥാനത്തേക്കെങ്കിലും ചില മണ്ഡലങ്ങളിൽ എത്തണം. അതുമാത്രമാണ് ഇപ്പോൾ ബംഗാളിൽ CPIM-ന്റെ ലക്ഷ്യം.